എന്നെ തിരിച്ചറിയുന്നത് അമ്മയുടെ പേരിലാണ്. ഇപ്പം അമ്മ എവിടെയെങ്കിലും നിൽക്കുന്ന കണ്ടിട്ടായിരിക്കും അതെ അമ്മ അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിക്കായത് കേട്ടോ ഗ്രീഷ്മയുടെ അമ്മയാണെന്നൊക്കെ. അപ്പോൾ കൂടുതലിപ്പോൾ അമ്മയും ഇതിലൊക്കെ ഇൻവോൾവ് ആണ്. ഇപ്പോൾ വീഡിയോസ് കണ്ടൻസ് പറഞ്ഞു തരാനാണെങ്കിലും സജഷൻസ് പറയാനാണെങ്കിലും അമ്മയും കൂടും. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് അത് അമ്മയെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത്? അത് അമ്മയെ കൂട്ടിയിട്ട് എടുക്കുമ്പോഴാണ്. ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് സ്പോട്ടിലായിരിക്കും ഞാൻ ഡയലോഗ്സ് പറയാൻ. അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനൊക്കെ. പക്ഷെ അമ്മയെ കൂട്ടി ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. ഇന്ന സംഭവങ്ങൾ എക്സ്പ്രഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. എന്നാലും കുഴപ്പമില്ല. കുറേ ടേക്ക് പോകാറുണ്ടോ? ചിലതൊക്കെ. പക്ഷെ അമ്മ അങ്ങനെ ഒത്തിരി ടേക്കിലമ്മ നിന്നില്ല. ഒരു 3 ടേക്കാണ് മാക്സിമം. 3 ഓക്കെ ആയാലും പറയും ഇപ്പൊ ഒരു ഇത് തീർന്നില്ല എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ കുറച്ച് 2 ടേക്കൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നാലും ഇതെന്ത് തീരാത്ത കുറെ നേരം ആയാലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മള് അമ്മയുടെ ഏറ്റവും ഉള്ളതിൽ നല്ലത് വെച്ചാൽ നമ്മള് അത് ഫൈനലാക്കാം. അമ്മ ഒത്തിരി നേരം പിടിച്ചിട്ട് അമ്മ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകും. പിന്നെ എനിക്ക് വേറെ ആളും ഇല്ല എടുക്കാനായിട്ട്. ഇപ്പം ഈ ഷൂട്ട് ചെയ്തതിനിടയ്ക്ക് ഒരുപാട് ഫണ്ണൊക്കെ ഉണ്ടാവാറില്ലേ? അമ്മയുടെ കൂടെ ചെയ്യുമ്പോൾ അത് ഞങ്ങൾ സംഭവം എന്ന് വെച്ചാൽ ബ്ലൂപ്പർ വീഡിയോ ഇടാന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇടാനുണ്ടാവും. ചീരി ഞാൻ കോമഡി വീഡിയോ ഇടയ്ക്ക് 1-2 ഇട്ടിട്ടുണ്ട്. അപ്പം വെച്ചാൽ ഇടയ്ക്ക് ഞങ്ങൾ ചിരിച്ചു അറിയാണ്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഈ ബ്ലൂപ്പർ തന്നെ ഇടാനാണെങ്കിൽ കുറേ ഇടേണ്ടി വരും. രസകരമാണ്. അമ്മയുടെ കൂടെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും. ഈ ഓൺ വോയിസ് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ തോന്നാറുള്ളത്? ഓൺ വോയിസ് ചെയ്യുന്നതിന് ഒന്നാമത് സറൗണ്ടിങ്സ് ഒരു പ്രശ്നമാണ്. ഇപ്പം എൻ്റെ തന്നെ വീടെന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ സൈഡാണ് എൻ്റെ വീടിരിക്കുന്നത് തന്നെ. അപ്പോൾ എനിക്ക് കൂടുതൽ ഓൺ വോയിസ് ചെയ്യുമ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജസിൽ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ നല്ലൊരു മൈക്ക് വാങ്ങിച്ച് ഇപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും മെയിൻ സംഭവം ഓൺ വോയിസിൻ്റെ ഈ സൗണ്ട് തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ അഡീഷണൽ ഡബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, ആ ഒരു രസം കിട്ടത്തില്ല അതിന്. നമ്മൾ ആ സ്പോട്ടിൽ ഡയലോഗ്സ് പറയുമ്പോൾ തന്നെയാണ് വീഡിയോ മോഡുലേഷനൊക്കെ പിന്നെ നമുക്കത് കിട്ടില്ല. കൂടുതൽ എനിക്ക് മറ്റേ സ്പോട്ടിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ ചില വീഡിയോസിന് എനിക്കത് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരാറുണ്ട് ഈ ഒരു നോയ്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അമ്മയാണെങ്കിലും അമ്മയ്ക്കും സ്പോട്ടിൽ തന്നെ പറയാനാണ് ഇഷ്ടം. അത് കൊടുക്കുമ്പോൾ അമ്മയ്ക്കും ആ ഇത് കിട്ടില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ അച്ഛനെ ആകെ ഒരു വീഡിയോയിലോ മറ്റാണ് കണ്ടിട്ടുള്ളത്. അച്ഛൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? അച്ഛൻ വീട്ടിലില്ല, അച്ഛൻ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അച്ഛനങ്ങനെ നിൽക്കാൻ പറ്റാറില്ല. അച്ഛനെന്താ കൂടുതൽ അച്ഛനെന്തെങ്കിലും അങ്ങനെ ഇടപെടാറില്ല. ഇപ്പം എൻ്റെയും അച്ഛൻ കാണാറുണ്ട് വീഡിയോസ്, അല്ലാണ്ട് അങ്ങനെ ഇതിലേക്ക് അങ്ങനെ അച്ഛൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഒന്നും അങ്ങനെ ഇല്ല. അഭിപ്രായം പറയാറുണ്ടോ? അഭിപ്രായം എൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല. നമ്മുടെ അടുത്ത് പറയാറുണ്ടോ എന്നോ എനിക്കറിയത്തില്ല. വേറെ ഫ്രണ്ട്സിനോടോ അങ്ങനെ ആരോടെങ്കിലും അച്ഛൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാറുണ്ടാവോ? ഉണ്ടാവുമായിരിക്കണം. പക്ഷെ എനിക്കത് അങ്ങനെ അറിയത്തില്ല. പക്ഷെ അച്ഛൻ കാണാറുണ്ട് വീഡിയോസ്. അച്ഛൻ അമ്മയുടെ അടുത്ത് പറയാറുണ്ട്, അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അവർ ഫോൺ കോൾ ചെയ്യും. എൻ്റെ അടുത്ത് പോലെ അച്ഛൻ അങ്ങനെ വീഡിയോസിൻ്റെ കേസ് പറയാറില്ല. അമ്മയുടെ അടുത്താണ് കൂടുതലും സംസാരിക്കുന്നത് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ ചെയ്ത വീഡിയോസൊക്കെ കാണുമ്പോഴേ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരാണ്? ക്രിട്ടിസൈസ് ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അമ്മ ഈ ഇപ്പോൾ വീഡിയോസിൽ നെഗറ്റീവ് കമൻറ്റ്സ് എന്തെങ്കിലും വരണമെങ്കിൽ അമ്മ ബാക്കിയെല്ലാം പോസിറ്റീവ് കമൻറ്റ് വിട്ടിട്ട് ആ നെഗറ്റീവ് കമൻറ്റ് പൊക്കി പിടിച്ചോണ്ട് അമ്മ വരും. ദേടി ഇത് കണ്ട അപ്പം അമ്മ കൂടുതൽ അപ്പോൾ അമ്മ പറയും അത് ഇപ്പോൾ ഞാൻ പറയാം നെഗറ്റീവ് എല്ലാം മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയും. ബട്ട് അമ്മ പറയും അത് മൈൻഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഇനി വരും വീഡിയോയിലൊക്കെ നോക്കേണ്ടതാണെന്ന് അമ്മ പറയാറുണ്ട്.